ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. എം ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ കൂടി നമുക്കൊപ്പമുണ്ട്. ഇന്ന് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. അതാണൊരു സംശയം. നേരത്തെ ശബരിനാഥ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഏകപക്ഷീയമായ ഒരു സദസ്സിൽ മുഖ്യമന്ത്രി പഴയ ചരിത്രം ഓർമ്മിപ്പിച്ച്, പഴയ ക്യാപ്സ്യൂൾ ഓർമ്മിപ്പിച്ച് PV അൻവർ ഉയർത്തിയ വിവാദങ്ങളോ പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങളോ സംശയങ്ങൾക്കോ മറുപടി നൽകാതെ മാറിപ്പോവുകയായിരുന്നു, രക്ഷപ്പെട്ടു പോവുകയായിരുന്നു എന്ന് തന്നെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. കാരണം പത്രസമ്മേളനത്തിലാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കും, ADGP RSS നേതാവിനെ കണ്ടോ? RSS നേതാവിനെ കണ്ട വിവരം താങ്കൾക്കറിയാമായിരുന്നോ? താങ്കൾ അതിൽ എന്ത് നടപടിയെടുത്തു? ഈ ചോദ്യം ഭയക്കുന്നുണ്ടോ മുഖ്യമന്ത്രി എന്നതാണ് ചോദ്യം. ശ്രീ ജയചന്ദ്രൻ. ഡോക്ടർ, അടിസ്ഥാനപരമായ ചോദ്യം ഇതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റ് പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്, ഞാൻ അത് പറയാം. അതായത് ശ്രീ PV അൻവർ ഇങ്ങനെ ഒരു വിമർശനവുമായി ആക്ഷേപവുമായി വരാൻ എന്താണ് കാരണം? അതിൽ ആരൊക്കെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളതും പിന്തുണച്ചിട്ടുള്ളതും? ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. PV അൻവർ ഈ ഒരു വിഷയവുമായി ഭരണകക്ഷി MLA എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗം ആയിട്ടുള്ള MLA വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ്. ആ തോന്നൽ എന്ന് പറയുന്നത് പോലീസ് വകുപ്പിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അൻവറിനെ പോലുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസം, ധാരണ. അതിന് ഇസ്ലാമോഫോബിയുമായിട്ട് വരെ ബന്ധമുണ്ടെന്ന് പോലും അവരിൽ ചിലരൊക്കെ കരുതുന്ന പോലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ADGP ആയിട്ട് ബന്ധപ്പെട്ട വിഷയം ഉയർത്തി നിർത്തുന്നത് പോലീസിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള അവരുടെ ഒരു വിശ്വാസ തകർച്ചയുടെ പ്രശ്നം തന്നെ ഉണ്ട്. അത് CPM എങ്ങനെ കാണുമെന്നുള്ളത് ഇനി കാണാതിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പൊന്നാനിയിലെ അതിജീവിതയുടെ പ്രശ്നത്തിൽ തുടങ്ങി മാമിയുടെ പ്രശ്നത്തിലേക്ക് വന്ന് എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ റിദാൻ ബാസിന്റെ പ്രശ്നത്തിൽ ADGP അജിത് കുമാർ അടക്കമുള്ളവരുടെ വിവിധ വിഷയങ്ങളുടെ ഇടപെടലുകളിലൊക്കെ ഈ സാമുദായികമായ പ്രശ്നം തന്നെയാണ് അത്തരത്തിൽ ഒരു അരക്ഷിത നിലയിലേക്ക് മുസ്ലിം സമുദായം കേരളത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ PV അൻവർ അടക്കമുള്ളവർ അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവർ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സാമുദായികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടണം എന്നുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ താങ്കളുടെ ചോദ്യത്തിന് BJPക്ക് മറുപടി ആ നിലയ്ക്ക് പറയാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് ഞാൻ കരുതുന്ന കൂടെ പറയാം. BJP മുസ്ലിങ്ങളുടെ ഒരു ഇഷ്യൂ ആയിട്ട് ആഭ്യന്തര വകുപ്പിലെ ഇഷ്യൂസിനെ മാറ്റി തീർക്കാൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല ആഭ്യന്തര വകുപ്പിൽ എന്നൊരു ഇക്വേഷൻ ഉയർത്തിക്കൊണ്ടുവന്നാൽ അതിനെ തുണയ്ക്കാനായിട്ട് BJP നിൽക്കില്ല. മറുഭാഗത്ത് കോൺഗ്രസിന് പരോക്ഷമായിട്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം ഇങ്ങനെ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് അണ്ടർനീത്തായിട്ട് കിടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനും വ്യക്തമായിട്ടറിയാം. പക്ഷെ അത് അവരിതുവരെ ആ നിലയ്ക്ക് മുമ്പോട്ട് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പ്രശ്നം ഇതാണ്. അൻവർ ഈ പ്രശ്നം ഉയർത്തുന്നത്, മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ പ്രശ്നം ഉയർത്തുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആഭ്യന്തര വകുപ്പിന്റെ പോലീസിംഗിൽ വിശ്വാസം വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു. നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയില്ല, വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു. അതിന്റെ അകത്ത് കേരള പോലീസിംഗിൽ ഒരു സംഘവൽക്കരണം നടന്നിരിക്കുന്നു. ആ സംഘവൽക്കരണത്തിന്റെ ഭാഗമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. ഇതാണ് PV അൻവറും KT ജലീലും കാരാട്ട് റസാഖും ഒക്കെ ഉയർത്താൻ ശ്രമിച്ച പ്രധാനപ്പെട്ട വിഷയം. അതല്ലേ അങ്ങ് പറയാൻ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി വേണ്ടേ? അത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞോ? അല്ല, ആ ചോദ്യമാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത് പാർട്ടിയും സർക്കാരും എന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ അരുൺകുമാർ, അത് അഡ്രസ് ചെയ്യാതെ പോകാൻ കഴിയില്ല. അത് വസ്തുതാപരമായ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിന്റെ ഉൾച്ചൂടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആ ഉൾച്ചൂടിനെ കാണാതിരിക്കാൻ കഴിയില്ല. സർക്കാരിന് കഴിയില്ല, പാർട്ടിക്കും കഴിയില്ല, മുന്നണിക്കും കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ അകക്കാമ്പ് എന്നാണ് എന്റെ ചോദ്യം. ഇതാണ് ശ്രീ ജയചന്ദ്രൻ, നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ നമ്മൾ സൂക്ഷ്മമായി ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ പാർട്ടിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ADGPയും സർക്കാരും ചെന്നകപ്പെട്ടിരിക്കുന്ന സംഘവൽക്കരണത്തിന്റെ ആക്ഷേപത്തെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ശ്രീ ജയചന്ദ്രൻ, പാർട്ടിയുടെ കാര്യം പാർട്ടി സെക്രട്ടറി പറയും. ഈ പാർട്ടി വർഗീയ ശക്തിക്കെതിരെ പോരാടിയതാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അതിലാർക്കാ സംശയം? പക്ഷേ ഇപ്പോൾ പാർട്ടി തന്നെ കൈയൊഴിഞ്ഞ്
ബോളിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്കാണ് ശ്രീ ജയചന്ദ്രൻ. അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ഈ സംഘവൽക്കരണത്തിന്റെ എന്തെങ്കിലും സൂചനകൾ ഈ സർക്കാരിലുണ്ടോ? അവിടെയാണ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാടുമായി വന്ന് ഈ വിഷയത്തിൽ നിന്ന് അതിനെ മറപിടിച്ച് പോകാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടാവുന്നത് ശ്രീ ജയചന്ദ്രൻ. അല്ല, അതില് പിന്നെ പാർട്ടിയിലെ സർക്കാരിൽ സംഘവൽക്കരണം നടക്കുന്നു എന്നുള്ള നിലയിലല്ല അത് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇത്തരത്തിൽ പോലീസിംഗിൽ ഉണ്ടാവുന്ന മുസ്ലിം വിരുദ്ധത എന്ന് പറയണം അതിനെ. സംഘവൽക്കരണം എന്നുള്ള ആ പ്രയോഗം അത്ര കണ്ട് ശരിയല്ല. അങ്ങനെയല്ല, കാഴ്ചപ്പാടും അങ്ങനെയല്ല. മുസ്ലിം വിരുദ്ധതയുണ്ട് പോലീസിംഗിൽ. ആ പോലീസിംഗിലെ മുസ്ലിം വിരുദ്ധത എന്നുള്ളത് അത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു, കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് അറിയാമോ? ഈ പ്രാക്ടീസിങ് മുസ്ലിംസ് എന്ന് പറയുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നോൺ പ്രാക്ടീസിങ് മുസ്ലിംസിന്റെ കാര്യമല്ല. ഇപ്പോ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് അദ്ദേഹം പ്രാക്ടീസിങ് മുസ്ലിം അല്ല, ആചാരപരമായി ജീവിക്കുന്ന മുസ്ലിം അല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ഞാൻ അവരുടെ കാര്യമാണ് പറയുന്നത്. പ്രാക്ടീസിങ് മുസ്ലിംസിന് പോലീസിംഗിൽ നേരിടേണ്ടി വരുന്ന അരക്ഷിതാവസ്ഥ അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം സംഘവൽക്കരണത്തിന്റെ ഭാഗമല്ല. അത് അഡ്രസ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്ന് അവർ വിചാരിക്കുന്നു, പാർട്ടിക്ക് ബാധ്യതയുണ്ടെന്ന് അവർ വിചാരിക്കുന്നു. രൂപത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ന്യായീകരണം മതിയോ എന്നാണ് ചോദ്യം. അല്ല, അത് ന്യായീകരണത്തിന്റെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞു, അദ്ദേഹം ചരിത്രം ഓർമ്മിപ്പിച്ചതാണ്. ആ ചരിത്രം അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുമുണ്ട്. ആ ചരിത്രം മായ്ച്ചു കളയാനൊന്നും കഴിയില്ല. കോൺഗ്രസിനും കഴിയില്ല, RSSനും കഴിയില്ല മുഖ്യമന്ത്രി പറഞ്ഞ ചരിത്രത്തെ മായ്ച്ചു കളയാൻ. അതൊരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് മായ്ച്ചു കളയാൻ കഴിയുന്നതുമല്ല. ഓക്കെ, ശരി. Debate with Arun Kumar.